കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടി നിർവഹണം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. അതെ, CPM-ൻ്റെ താഴെ തട്ട് മുതൽ ഇവരെ പോലീസ് ഉദ്യോഗസ്ഥരെ തെറി അഭിഷേകം നടത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നഗരൂർ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ അസഭ്യ വർഷമെന്ന് പറയാം. ഇതൊക്കെ പാർട്ടിയുടെ അപ്പുറത്തേക്ക് കാര്യങ്ങളങ്ങ് മാറുകയല്ലേ? പാർട്ടിയെ അഴിച്ചു വിട്ടിരിക്കുകയല്ലേ? പാർട്ടി അഴിച്ചു വിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അത് വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാം. സോഷ്യൽ മീഡിയകളിലും TV-കളിലും കാണിച്ചത് അമ്മയെ കൂട്ടി വെച്ചാണ് ചീത്ത വിളിക്കുന്നത്. എന്തൊരു ധിക്കാരമാണ് ഈ ബ്രാഞ്ചിലുള്ളവർക്കും ലോക്കലിലുള്ളവർക്കും. ഭരണം CPI-യുടെ കയ്യിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് അവർ പറയുന്ന എല്ലാ രേഖകളെയും ഒത്താശ ചെയ്തു കൊടുക്കണമെന്ന് കാക്കിയിട്ട പോലീസുകാർക്കുണ്ടോ? വളരെ മോശമായൊരു സ്ഥിതിവിശേഷമാണ്. കാടത്തം എന്ന് പറയാം ഇതിനെ. അവർ പലതിനെയും വിമർശിക്കുകയും എല്ലാം CPM ചെയ്യും. പക്ഷെ അവർ ചെയ്യുന്നതെല്ലാം കോടതി പുച്ഛമാണ്, എല്ലാം കുന്തവും കുടച്ചക്രവുമാണ്, ബാക്കിയുള്ള വാക്കുകൾ കുറേ വൈരുദ്ധ്യാത്മ്യങ്ങളാണ്. അവർ ചെയ്യുന്നതെല്ലാം ശരിയും ബാക്കിയുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റും. എൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ലോക്കൽ പോലീസിലുള്ള SHOയോട് ഈ രീതിയിൽ പെരുമാറുകയാണ് എങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരോട് ഇവർ ഏത് രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും? ബ്രാഞ്ചിലുള്ള സഖാക്കളും ലോക്കലിലുള്ളവരും അവരെ അങ്ങനെ വെറുതെ വിട്ടാലൊന്നുമില്ല. ഇപ്പോൾ അവർ താൽക്കാലികമായ രീതിയിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു, ബ്രാഞ്ചിൻ്റെ നേതാവിനെയും ലോക്കലിലുള്ള നേതാക്കളെയല്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി കേട്ട തെറി അഭിഷേകം പോലീസിൻ്റെ കാക്കിക്കും അശോക ചക്രത്തിനുമെതിരെയല്ലേ ചീത്ത വിളിച്ചത്? ഇവിടുത്തെ ബഹുമാനപ്പെട്ട DGP എന്ത് പറയുന്നു ആ നിലപാടിൽ? അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മതിയോ? കൽത്തുറങ്കിൽ അടയ്ക്കണം, പുറത്ത് വിടരുത്. ഇവിടുത്തെ IPC എന്ന് പറയുമ്പം പോലീസിൻ്റെ വാക്ക് തന്നെ ബ്രിട്ടീഷുകാർ ചുമ്മയല്ല അതിനെ വച്ചിരിക്കണം. പൊളൈറ്റ്നസ് ആയിരിക്കണം, ലോയലിറ്റി ഉള്ളവനായിരിക്കണം, ഒബീഡിയൻ ആയിരിക്കണം, ക്വാളിഫൈഡ് ആയിരിക്കണം, കറക്റ്റായിരിക്കണം. ഇതെല്ലാം ഉള്ള വാക്കുകൾ ചുമ്മയല്ല ഇംഗ്ലീഷ് പോലീസിന് ഓരോ വാക്കിനും ഓരോ അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഈ അർത്ഥത്തെ മൊത്തം കളങ്കപ്പെടുക്കുന്ന രീതിയിലുള്ള അമ്മയെ കൂട്ടി വെച്ച് ആ ഉദ്യോഗസ്ഥനെ SHO ചീത്ത വിളിച്ചവനെ കൽത്തുറങ്കിൽ അടയ്ക്കുക തന്നെ വേണം, പുറത്ത് വിടാൻ പാടില്ല. അപ്പോൾ ഇത് സാധാരണക്കാർക്ക്, എനിക്കും ചേട്ടനും ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും പോലീസിനുള്ള വിശ്വാസം നഷ്ടമായി. നാളെ പോലീസുകാർക്ക് എന്തും വിളിക്കാമല്ലോ. ഒരു സഖാവ് വിളിച്ചല്ലോ, പോലീസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് SHOയ്ക്കാണെങ്കിൽ നാളെ CI, ലോക്കൽ റൂറൽ സൂപ്രണ്ട്, സിറ്റി പോലീസ് കമ്മീഷണർ, വിവിധ ഉത്തര മേഖല IG, ദക്ഷിണ മേഖല IG, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, വഴുതക്കാട് പോലീസ് ആസ്ഥാനത്ത് 10 ചീത്ത വിളിച്ചാൽ മതി. ജനങ്ങളോടുള്ള ആ വിശ്വാസം പോലീസിന് നഷ്ടപ്പെടാൻ പാടില്ല. എങ്കിൽ കേരളത്തിൻ്റെ ക്രമസമാധാനം അലങ്കോലമാകും. അത് അധികാരത്തിൻ്റെ ഹുങ്കിൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടി കാർഡ് പോലീസിൽ ഉപയോഗിക്കാൻ അധികാരമുണ്ടോ? നമ്മളിതുവരെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും സബോർഡിനേറ്റിനെ ഇത്തരത്തിലുള്ള സംബോധന ചെയ്യില്ല. ദേഷ്യം വന്നാൽ പോലും ഫയലിടുകയോ വരികയോ ചെയ്യുന്നതല്ലാതെ സ്വന്തം ജന്മം കൊടുത്ത അമ്മയെ കൂട്ടി ചീത്ത വിളിക്കുന്ന. പക്ഷേ എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് ആ SHOയ്ക്ക് കൊടുക്കുവാൻ തയ്യാറാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു അസഭ്യ വർഷമോ ഒരു അൺനെസസറി കമൻസോ അദ്ദേഹം പാസ്സാക്കിയിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പരേഡ് കഴിഞ്ഞിറങ്ങി ബാൾജ് കൊടുക്കുമ്പോഴുള്ള ആ ഒബീഡിയൻസ് അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. അത് ഒരു നല്ലൊരു പോലീസ് SHO ആണെന്നാണ് എനിക്ക് ഇപ്പോഴത്തെ കേരള പോലീസ് അതാണ് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് കേരള പോലീസാണ്. അതാണ് ദുബായിൽ പോലും 30 വർഷം തെളിയാത്തൊരു കേസ് പോയി തെളിയിച്ചിട്ടുണ്ടോന്ന്. അപ്പോൾ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഭരണവർഗത്തിരിക്കുന്നവർ ലോക്കൽ നേതാക്കൾ ചെയ്യുന്നത് കാണണം. അതിനൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞ രതീഷും വിഷ്ണുവും എന്ന് പറയുന്ന ക്രിമിനൽസ് CPMകാർ. അവർക്കെതിരെ പാർട്ടി എന്ത് നടങ്ങി? പാർട്ടി കോടതി അവിടെ വരും. ബഹുമാനപ്പെട്ട കേരള കോടതി വിശ്വാസമില്ല, ജില്ലാ കോടതി വിശ്വാസമില്ല, താലൂക്ക് കോടതിയിൽ അവരുടേതായ പാർട്ടി കോടതി വിചാരണ ചെയ്യും. ഇനി കുറേ ന്യായീകരണ തൊഴിലാളികൾ അന്തിച്ചർച്ചയ്ക്ക് വരും, ടൈയും കെട്ടി.
കുറേ ക്യാപ്സൂൾ തൊഴിലാളികളുണ്ടല്ലോ CPM-ന്, എന്തിനു ന്യായീകരിക്കണം? അതിൽ ഒരു തൊഴിലാളി BJP-യിലേക്ക് പോയി, അറിയാമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ന്യായീകരണ തൊഴിലാളികളെ വൈകുന്നേരം ഇറക്കി വിടും ന്യായീകരിക്കുവാൻ. അത് ശരിയായില്ല, മറ്റതാണ് മറിച്ചതാണ്. അതിന് നിയമ വഴിയില്ലേ ചേട്ടാ? ഇവിടെ പോലീസ് എഴുതി കൊടുക്കുന്ന വകുപ്പ് ചോദ്യം ചെയ്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ അകത്ത് പോയി, ജഡ്ജിയുടെ അവിടെ പോയി, അതിന് ഒരു വിചാരണ സംവിധാനം, നമ്മുടെ ഫെഡറൽ സംവിധാനവും ജഡ്ജിയും ഇവിടെ ഇല്ലേ? അതിൻ്റെ അധികാരം CPM-കാർക്ക് കൊടുത്തിട്ടുണ്ടോ? അതേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇത് ഓർമ്മ വരുന്നത് 10-30 വർഷത്തിന് മുമ്പുള്ള TK രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി ഇരുന്നപ്പം ആ ഗവൺമെൻറ് പോവാൻ കാര്യം അന്നത്തെ പോലീസിൻ്റെ നയമായിരുന്നു. 2 രൂപയും 2 പൈസയും 3 പൈസയും മാറൂല എന്ന് പറഞ്ഞ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലെ മുറക്കാങ്കട നടത്തിയിരുന്ന ഏതോ ഒരു പ്രവർത്തകനെ പോർട്ട് സ്റ്റേഷനിൽ പോയി കൊണ്ട് ഉരുട്ടി കൊന്നുകളഞ്ഞു. ഓർമ്മയില്ലേ ചേട്ടൻ? അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഉദയൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പോലീസ് ഉപയോഗിക്കുകയായിരുന്നു അന്ന്. ഇന്ന് പോലീസ് മൗനമാണ്. ഇന്ന് പാർട്ടിക്കാരാണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത്. ഇവിടെ ഒരു മണ്ണ് മാഫിയ വള്ളറട, അദ്ദേഹത്തിന് മണ്ണ് വണ്ടി CPM-കാരെ പിടിച്ചു എന്ന് പറഞ്ഞ് അവിടെ ആ SHOയ്ക്കെതിരെ ബഹളവും വണ്ടികൾ ഇറക്കിക്കൊണ്ട് പോയി. നെടുമങ്ങാട് CPI-യുടെ തന്നെ നേതാക്കൾ അടിയുമായി ബഹളമായി. ആ നെടുമങ്ങാടുള്ള SIക്കെതിരെ DYFIയുടെ കരോഷം. അതിനെ എതിർത്ത് SDPI-യും കാരും CPI-കാരും തമ്മിൽ ബഹളത്തിന് അവിടെ ഘടകകക്ഷികൾ തമ്മിൽ കണ്ടുകൂടാതെ ഉള്ള ബഹളം പോലീസ്, ലോക്കൽ ഭരണങ്ങൾ, CPM, കേരളത്തിൻ്റെ പല കേന്ദ്രങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ പോയാൽ കേരളത്തിൻ്റെ നിയമ സംവിധാനം അരാജകത്വത്തിലേക്ക് പോവുകയില്ലേ? അപ്പോൾ ഇത്തരത്തിൽ പാർട്ടി നേതാക്കളെ നിയന്ത്രിക്കുവാൻ പാർട്ടിയുടെ ജില്ലാക്കൾക്കോ സംസ്ഥാനങ്ങൾക്കോ കഴിയാത്തൊരു ഗതിയിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ അവിടുത്തെ ലോക്കലും LC-യും ഉടനെ തന്നെ കമ്മിറ്റി കൂടി നിയമപാലകർക്കെതിരെ ഇത്തരത്തിലുള്ള അസഭ്യവർഷം ഉപയോഗിച്ചതുകൊണ്ട് നിന്നെ 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അന്തസ്സായിട്ടൊരു കേഡർ പാർട്ടി സംവിധാനത്തിൽ ചെയ്യേണ്ടത് അതായിരുന്നു. അത് ചെയ്തില്ല. കാരണം രാത്രി കാലങ്ങളിൽ അവിടുത്തെ ജില്ലാ നേതാക്കന്മാർക്കോ ഏരിയ നേതാക്കന്മാർക്കോ ചില പണികൾ ചെയ്യുന്നത് ഈ വ്യക്തികളായിരിക്കും. ഇത് SHOയ്ക്ക് അറിയാം. ചില ഓപ്പറേഷൻ കാര്യങ്ങൾ നടത്തുവാൻ ഇത്തരത്തിലുള്ള ലോക്കൽ നേതാക്കൾ വേണം. നമുക്ക് കണ്ടില്ലേ എത്ര പോലെ ജയിലിലെ സാധാരണ ഒരു പ്രതിക്ക് അല്ലെങ്കിൽ ഇവിടെ ആശാ വർക്കർക്ക് കൊടുക്കുന്ന തൊഴിലില്ലായ്മ വേതനം ഒരു 100 രൂപ കൂട്ടാൻ പറഞ്ഞപ്പോൾ കൂട്ടിയില്ല. ജയിലിൽ കിടക്കുന്ന ക്രിമിനൽസുകൾക്ക് കൂട്ടിക്കൊടുത്തില്ലേ കൂലി? അതെ, അതാണ്. അപ്പോൾ ആരുടെ കൂടെയാണ് ഗവൺമെൻറ്റും പാർട്ടിയും എന്ന് തെളിയിക്കുന്നതാണ് ജയിൽ പുള്ളികളുടെ ശമ്പള വർധനവ്. പുള്ളികൾക്ക്, ഉദ്യോഗസ്ഥർക്കല്ല, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ ശമ്പളം കൂട്ടിക്കൊടുത്തിരിക്കുന്നു. താഴെ വീടുകളിൽ ഗർഭിണിയായ ശിശുക്കളെ നോക്കുന്ന ആശാവർക്കർക്ക്, കുടുംബശ്രീക്കാർക്ക്, അതുപോലെ കോർപ്പറേഷൻ്റെ തൊഴിലാളികൾ, വേസ്റ്റ് എടുക്കുന്നവർക്ക് ശമ്പളം കൂട്ടുന്നില്ല. ഇതാണ് കമ്മ്യൂണിസം, ഇതാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം, ഇതാണ് മാർക്സിൻ്റെ മൂലധനം. അപ്പോൾ ഇത് പാർട്ടിയുടെ ബംഗാളും ത്രിപുര പോലെ ഈ കേരളവും ഏകദേശം അവരുടെ ആ പാർട്ടിയുടെ ഭരണത്തിൻ്റെയും പാർട്ടിയുടെയും ആ ശവമഞ്ചത്തിൻ്റെ അവസാനത്തെ ആണി അടിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ, ലോക്കൽ നേതാക്കന്മാരെ CPM കയറൂരി വെട്ടിക്കുന്നത്. ഇത് ഉദാഹരണത്തിന് ഒരു കാര്യം എൻ്റെ നാട്ടിൽ പറയാം. അവിടെ പള്ളിച്ചൽ സദാശിവൻ സഖാവ് നല്ല ആളാണ്. അതെ, ഫക്കീർ ഖാൻ സഖാവ് നല്ല വ്യക്തിയാണ്, സ്വാതന്ത്ര്യ സമര സേനാനി. പള്ളിച്ചലിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ വിഗ്രഹത്തെ കല്ലെറിഞ്ഞ് പൊട്ടിച്ചു. അതൊരു ജില്ലാ നേതാവിൻ്റെയൊക്കെ അവിടുത്തെ ഒരു ജയിച്ച ഒരാളിൻ്റെ അഭ്യർത്ഥനയിലാണ്. അവസാനം അത് പിറ്റേന്ന് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും കൈരളി ചാനലിൽ ആദ്യം കാണിച്ചത് RSSകാർ ഗുരുദേവൻ്റെ പ്രതിമ ആക്രമിച്ചു. ദേശാഭിമാനിയിൽ വലിയ ന്യൂസ്. ദേശത്തിൻ്റെ അഭിമാനി പത്രമല്ല അത് എൻ്റെ വാക്ക് ഞാൻ സംസ്കാരം കൊണ്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അന്വേഷണം ചെയ്ത് വന്നപ്പോൾ അവിടുത്തെ ലോക്കൽ DYFI CPMകാരനാണ് അറസ്റ്റ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ പ്രസ്താവന ആരെന്ന് പോലും തിരക്കാതെ ജില്ലാ സെക്രട്ടറി ജോയ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു പിറ്റേന്ന് രാവിലത്തെ പത്രങ്ങളിൽ. എത്രയും പെട്ടെന്ന് RSSകാരനെ അറസ്റ്റ് ചെയ്യണം, പള്ളിച്ചൽ ഗുരുദേവ മന്ദിരം ആക്രമിച്ച വ്യക്തിയെ. പോലീസുകാരുടെ അടുത്ത് വന്നു,
അവൻ്റെ പൂർണ്ണ ബയോഡാറ്റ എടുത്തു നോക്കി പാർട്ടിക്ക് വേണ്ടി അടിക്കുവാൻ പോകുന്നവൻ റിപ്പോർട്ട് ചെയ്ത് സ്വന്തം നാടായതുകൊണ്ട് എനിക്കറിയാമെന്നുള്ള കഥയാണ്. പല പാർട്ടിക്കാരും എന്നോട് വിളിച്ച് പറഞ്ഞതാണ്, നിങ്ങളൊക്കെ ഇതുപോലെ ABC ചർച്ചയിലോ വല്ലതും ഒക്കെ പോകുമ്പോഴും സത്യസന്ധതകൾ പറയണം, അല്ലാതെ പൊതിഞ്ഞ് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം പോലീസിൻ്റെ അടുത്ത് സമ്മർദ്ദം വന്നു പാർട്ടിക്കാരനല്ലെന്ന് എഴുതുവാൻ. നല്ല ധിക്കാരമുള്ള SHO ആയതുകൊണ്ട് അദ്ദേഹം മാറ്റുവാൻ തയ്യാറായിട്ടില്ല. ഇതാണെന്ന് കേരളം നടന്നുകൊണ്ടിരിക്കുന്നത്. താഴെത്തട്ടിൽ എന്ത് ക്രിമിനൽസുകളെയും പൂർണ്ണ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ചില പോലീസുകാരന്മാർക്ക് ഇത് വേണം. ചില പോലീസുകാരന്മാർക്ക് സത്യസന്ധത ചെന്ന് പറഞ്ഞാലും പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിൽ പ്രൊമോഷൻ കിട്ടി വരണവന്മാർ പാർട്ടി പറയണതേ കേൾക്കുള്ളൂ. അയാൾ അവിടെ SHOയുടെ ജോലിയല്ല ചെയ്യണത്, അദ്ദേഹം ചെയ്യണത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ജോലിയാണ് ആ ഒബീഡിയൻ്റായ പോലീസ് ഓഫീസർ ചെയ്യുന്നത്. അതുകൊണ്ട് പോലീസുകാരുടെ എല്ലാ അടിച്ചാക്ഷേപിക്കുന്നതല്ല, നഗരൂർ പോലുള്ളതും പള്ളിച്ചൽ പോലുള്ള SHOമാർ എക്സ്പെക്റ്റ് മാറ്റിവെച്ചാൽ ബാക്കി പോലീസുകാരന്മാർ പാർട്ടി റെക്കമെൻഡിൽ പാർട്ടിക്ക് ഫണ്ട് പിരിക്കുവാനിരിക്കുന്ന ഓഫീസേഴ്സ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇതിനൊരു മാറ്റം കേരളത്തിൽ വേണം. നമ്മളെപ്പോലുള്ള ചേട്ടൻ്റെയും എൻ്റെയും പൊതുജനങ്ങളുടെയും പോലീസിനോടുള്ള ബഹുമാനം, ക്രെഡിബിലിറ്റി നഷ്ടമാകാതെ നോക്കേണ്ടത് മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ചുമതലയാണ്. ഈ വ്യക്തികളെ നിയമപരമായ രീതിയിൽ ശിക്ഷിക്കുക തന്നെ വേണം. തുച്ഛമായ വകുപ്പുകൾ തീർത്തി മുകളിലോട്ട് വരുമ്പോൾ മാറ്റുന്നത് ജനാധിപത്യ കേരളത്തിന് ഉചിതമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.